ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം സ്വീറ്റ്സ് രസമലായി മേടിച്ചപ്പോൾ കിട്ടിയൊരു ബൗളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു പെട്ടെന്നൊരു സംഭവം ഉണ്ടാക്കാൻ തോന്നി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗൾ കണ്ടോ, ഈ ഇങ്ങനെ താഴെ എടുത്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ അവിടെ. അങ്ങനത്തെ ഒരു ബൗളാണിത്. അപ്പോൾ ഇതേപോലത്തെ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ബോട്ടിലുണ്ടല്ലോ, ബോട്ടിലെടുത്തിട്ട് ബോട്ടിലിൻ്റെ ഈ ഒരു താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അത് ഈ ഒരു മുകളിലത്തെ ഭാഗം, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ഈ ഒരു നെക്ക് വരുന്ന ഭാഗം ഇവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കിട്ടും. എന്നിട്ട് അത് തമ്മിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ ബോട്ടിൽസോ ക്യാപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിപ്പോൾ എന്തായാലും ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അതിവിടെ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുക. വേണമെങ്കിൽ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കാം, പക്ഷേ ഇത് നല്ല രസമുണ്ട്, അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതേപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ബോളാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പീസ് വെച്ച് ബോളാക്കി കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള സൈസ് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ബോളാക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതാ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ കയ്യിലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബോൾ പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ അലുമിനിയം ഫോയിൽ ഒക്കെ എടുത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ചധികം ബോൾസ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ബോൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബൗളുണ്ടല്ലോ, നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച പോട്ട് പോലെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ പേപ്പറിൻ്റെ ബോൾ ഇട്ട് കൊടുക്കാം, പക്ഷെ നമ്മൾ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ അതാവില്ല കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പെബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അതിൽ താഴോട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു ഫോയിൽ ഇങ്ങനെ പൊന്തി വരും, അപ്പോൾ താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴോട്ട് കുറച്ച് പെബിൾസും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പെബിൾസും ഈ അലുമിനിയം ഫോയിലും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടല്ലോ പല കളറിൽ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു കളറുകളും ഈ ഒരു അലുമിനിയം ഫോയിലും ഒക്കെ കൂടെ കിടക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു നല്ല ലുക്ക് വരും. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്തിനാണെന്ന് കൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതാ ഇതേപോലെ മണി പ്ലാന്റ് അങ്ങനെ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റുകളുണ്ടല്ലോ, ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ ഈ അലുമിനിയം ഫോയിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം മണ്ണ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒട്ടിച്ച് കൊടുത്ത് സൈഡിൽ നിന്നൊക്കെ വരും. അതുപോലെ മുകളിലും കുറച്ച് അലുമിനിയം ഫോയിലും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ് ആയതുകൊണ്ട് വെള്ളത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മണ്ണിലായാലും ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി പോട്ടാണ്. മുകളിൽ അലുമിനിയം ഫോയിലും ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു കളറുകളും എല്ലാം വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ആ ഷേപ്പും എല്ലാം കൂടി ആകുമ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടായിട്ട് വളർത്താൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ ചെയ്യാം. പോട്ടായിട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. ജസ്റ്റ് നമുക്ക് ടേബിൾ ഡെക്കോറായിട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെള്ളം ഉണ്ടല്ലോ, വെള്ളം വേണ്ട, പകരമായിട്ട് ഒരു ലെയർ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺസും മുകളിൽ ഫോയിലും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെയാണ്. ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ടേബിളുമേ വെച്ചാലും നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ രണ്ട് ഐഡിയയിൽ ഏതെങ്കിലും ഒന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ പോട്ട് നല്ല ഭംഗിയുള്ള പോട്ട് അല്ലെങ്കിൽ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും വരാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.